പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു. എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം. മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനകത്ത് കുഞ്ഞാറ്റയും അമലിനെയും ചുറ്റി പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ കുഞ്ഞാറ്റയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും ഈ ഒരു വിഷയം ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് തോന്നി. ഇതിനകത്ത് കുഞ്ഞാറ്റ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അമൽ എന്ന് പറയുന്ന ഈ ഒരു ഹസ്ബൻഡിനെ പറ്റിയിട്ട്. അതായത് എന്ത് റീസണിൻ്റെ പേരിലാണ് പുള്ളിക്കാരത്തി പിരിയാനായിട്ടുള്ള കാരണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒക്കെ വെക്കുക എന്ന് പറയുന്നേ ഉണ്ടല്ലോ, അങ്ങേയറ്റം ചെറ്റത്തരമാണ്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ കുഞ്ഞാറ്റ പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പ്രശ്നത്തിന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ, അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി. കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച്, മിക്കുന് 1 വയസ്സ് പോലും ആയിട്ടില്ല, ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും. അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. ഇവിടെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഞാൻ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കണ്ടുവെന്ന്. അത് വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ. ആ സ്ക്രീൻഷോട്ടിനകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവൻ കുറച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് വിത്ത് പ്രൂഫ് ഉൾപ്പെടെയാണ് കുഞ്ഞാറ്റയുടെ കൈകളിൽ ആ പെൺകുട്ടികളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇവൻ്റെ കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഒന്ന് കാണണം, ഇവൻ്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. ഇവനെന്തോ അങ്ങ് പുണ്യാളൻ, ബാക്കിയുള്ളവരാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് ഇവൻ്റെ ഒരു പെരുമാറ്റവും രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാര്യം നിങ്ങൾ അവൻ്റെ ചാനലിലെ തംബ്നെയിൽസ് ഒക്കെ എടുത്ത് നോക്കിയോ, അത് ഞാനിവിടെ സൈഡിലെടുത്ത് വെച്ച് തരാം. കാര്യം ഒരു മര്യാദ വേണ്ടയുടെ. കല്യാണം കഴിച്ച ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാണ്. ഇങ്ങനെ കുറേ പരമനാറികൾ ഇറങ്ങിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, ഒരു റിലേഷനിലൊന്നും ഇവർക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. പല പല റിലേഷൻഷിപ്പുകൾ വേണം എങ്കിലായിരിക്കും ഇതെനിക്ക് തോന്നുന്നു ഒരു തരം മാനസികമായിട്ടുള്ള അസുഖമായിരിക്കും. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുമോ? കാര്യം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളായാലും ഇനിയിപ്പോൾ ആൺകുട്ടികളായാലും ഇവരുടെ എല്ലാവരുടെയും പരിപാടിയാണ് ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ടു കിടക്കുക എന്ന് പറയണത്. അങ്ങേയറ്റം ചെറ്റത്തരമാണ്. കാര്യം ഇങ്ങനെ കാണിക്കുന്ന ഒരുത്തനെയും ഒരുത്തികളെയും വെറുതെ വിടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പോൾ എവിടെ എത്തി. അവൻ പരമനാറിയാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ആ ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അതെടുത്ത് ഞാൻ വെളിയിലിടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു 2023 ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇതൊക്കെ ആദ്യമേ നമുക്കൊരു ജീവിതം അത് സക്സസ്ഫുൾ ആവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം അവിടെ നിന്ന് മാറുക. പിന്നെയും ക്ഷമിച്ചും നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുടെ ലൈഫായിരിക്കും തകരുന്നത്? നിങ്ങളുടെ ലൈഫ് തന്നെയായിരിക്കും തകരുന്നത്. സോ അതുകൊണ്ട് ഇനിയെങ്കിലും പറയുവാണ്, ഇതൊക്കെ കണ്ടും കേട്ട് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോയില്ലെങ്കിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്തിട്ട് മാറുക. അവിടെ കടിച്ചു തൂങ്ങി നിങ്ങൾ നിൽക്കരുത്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം, അതായത് 2.5 വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെയും അവൻ്റെ കൂടെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടന്നല്ലോ എന്ന് കുറേ പേര് കമന്റ് ഇടുന്നത് കണ്ടു. നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട്, അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത്. വളരെ നല്ലൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള വായി നോക്കിയുള്ള ലൈഫിൽ നിന്ന് തുടച്ചു മാറ്റുക. ഇവനിപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു പോലെ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ ചാറ്റും കാര്യങ്ങളും എല്ലാം കണ്ടതാണ്. ഞാനൊരു വോയിസ് ഉൾപ്പെടെ കേട്ടതാണ് ഒരു പെൺകുട്ടിയുടെ നിന്നെ പറ്റി പറയണത്. നിനക്ക് നാണോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? നീ ഇപ്പോൾ യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് അവൻ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ വിവരം കെട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാടെ ഇത്? എന്തുമാത്രം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പെൺകുട്ടി നേരിടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾക്ക് വേറെ പല പല റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമ്മുടെ കയ്യിൽ അതിൻ്റെ ചാറ്റും അതിൻ്റെ വോയിസും ഒക്കെ നമ്മൾ കേൾക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്.
അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഇങ്ങനെ കുറേ പരമനാറികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ ഇടയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് വളരെ കറക്റ്റ്. ആ ഒരു ചാറ്റിനകത്തൊക്കെ ഇവൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് അത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരെയാണ്, എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളത് ഏതെങ്കിലുമൊക്കെ വഴി അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അന്ധമായിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇവൻ്റെ തനി ഗുണം എന്താണെന്ന്. ഈ ഒരു വിഷയം ഞാൻ എത്ര നാളായിട്ട് റിയാക്ട് ചെയ്യാത്തത് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ വരട്ടെന്ന് വെച്ചിട്ടാണ്. കാര്യം നമ്മളായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് മാറും. കാര്യം ഇത് മൊത്തം നമ്മുടെ പടലിലേക്ക് വരും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എൻ്റെ മനസാക്ഷിയെ അനുവദിച്ചില്ല. കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. യെസ്, ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടിരിക്കുന്ന സമയത്ത് ചതിക്കപ്പെടുക, അതൊരിക്കലും ഒരു മനുഷ്യർക്ക്, ഇനിയിപ്പം പെൺകുട്ടികളാണെങ്കിൽ തന്നെ ആൺകുട്ടികളാണെങ്കിൽ തന്നെ, ഈ ചതിക്കപ്പെടുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊരിക്കലും അതിൽ നിന്ന് റിക്കവർ ആവാൻ ഭയങ്കര പാടായിരിക്കും. ഇവിടെ എന്തുകൊണ്ട് ഇനിയിപ്പം കുഞ്ഞാറ്റ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പരമനാറിയുടെ പേരിൽ കേസ് കൊടുക്കുക. അത് മാത്രമല്ല, കൺസെൻറ്റ് ഇല്ലാതെ ഏതെങ്കിലും പെൺകുട്ടികളെടുത്ത് ഇവ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവൻ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് പല തോന്നിവാസങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തോരുന്ന് കൊച്ചിനെ വിട്ടുകൊടുക്കണം, കൊച്ചിനെ എടുത്തുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ എന്തോ ഒരു സീനൊക്കെ നടക്കുന്നുണ്ട്. അമ്മയുടെ സംരക്ഷണയിൽ തന്നെ ആയിരിക്കും കൊച്ചി നിൽക്കുന്നത്. അതിപ്പോൾ ഏത് കോടതിയാലും അത് തന്നെ. ഇവൻ്റെ ഈ തോന്നിവാസങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഏത് കോടതി ഇവൻ്റെ കൂടെ കൊച്ചിനെ പറഞ്ഞു വിടും? അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ എൻ്റെ വീട്ടുകാർ വെറുപ്പിച്ചാണ്. എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്കതങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവുകയാണ്, ഞാൻ ഇതിൻ്റെ കാര്യത്തിന് പോവുകയാണ്, കേസിന് പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം, ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരൊന്ന് ആലോചിക്കുക. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇവിടെ ഞാൻ ആലോചിക്കുന്നതൊന്നും അല്ല. ഈ പറയുന്ന ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ആൾക്കാർ മോശമായിട്ട് പറയേണ്ട കാര്യം? ഒരിക്കലും ഇല്ല. ഇത് വളരെ ക്ലിയർ എവിഡൻസോടെ കൂടിയിട്ടാണ് ഈ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടി എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല, വളരെ ജെനുവിനായിട്ടുള്ള കാര്യമാണ് പറയണത്. കാര്യം ഇതുപോലെ മനസ്സിലാക്കാൻ ബോധമില്ലടേ നിനക്കൊന്നും. നിനക്കൊക്കെ തലയ്ക്ക് എന്തെങ്കിലും വല്ല അസുഖം കാണും. ഇതൊന്നും മനസ്സിലാക്കാതെ വന്ന് ഈ ഒരു കുട്ടിക്ക് വന്നിരുന്ന് ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ഓരോ ആൾക്കാരൊക്കെ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. മരിക്കാനാർന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ടേ വരത്തില്ലായിരുന്നു, കാണണ്ടേ വരത്തില്ലായിരുന്നു. ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. തന്നെ എല്ലാം പുറത്തു വന്നേനെ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ കാരണം മിക്കുവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അല്ല, ഇതിനകത്ത് ഈ ഓവറായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും വെച്ച് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും വെളിയിലിടണം. ഇവനെയൊക്കെ സമൂഹം കാണണം. ഇവൻ ഇത്തരത്തിലുള്ള ഒരുത്തനാണെന്ന് 10 പേര് അറിയണം, എങ്കിലേ പഠിക്കത്തുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടേ, ഇത് ഒരു വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സിറ്റുവേഷനാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണത്. അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് വെറുതെ വന്നിരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി കൊച്ചിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങളുടെ മിക്കുവിനെ വേണം. അതായത് എനിക്ക് എൻ്റെ മിക്കുവിനെ വേണം. മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അവനൊരു ജീവിതം, അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത്. ശരിയാണ്. കാര്യം വളർന്നു വരുന്ന കുട്ടികൾ എന്ത് ചെയ്തല്ലേ, ഇപ്പം ഈ തന്തമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേർ വളർന്ന് വലുതായി വരുമ്പം അവർക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ആ കൊച്ചുകുട്ടിയൊക്കെ എന്തറിഞ്ഞിട്ടാണ്? ഇവനൊന്നും ഒരു ബോധവും വിവരവും ഇല്ലാത്തവനാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുന്നത്. കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഇവനൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖമാണ്.
ഇവന് എന്ത് യോഗ്യതയുണ്ട് വന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവനിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്? നീ ആട്ടിക്കൂട്ടിയ എന്തെല്ലാം തോന്നിവാസം ഉണ്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ടും വോയിസ് ക്ലിപ്പുകളും ഉൾപ്പെടെ എല്ലാം ഇരിപ്പുണ്ട്. അത് മിക്ക ആൾക്കാരുടെയും കയ്യിൽ അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോവും. അത് മനസ്സിലാക്കണം. എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോവും. പിന്നീട് എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം. എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. എനിക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ട്. ഞാനായിട്ട് ഇനി അത് എൻ്റെ വായിൽ നിന്ന് ആ ഒരു വാക്കെടുത്ത് പറയുന്നില്ല. ചിന്തുവടെ ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിലോട്ടൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയൊക്കെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കഴിവതും ഇവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക. ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. ഇനിയും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം കൊണ്ടിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നഴ്സറി വിടാതിരുന്നതും. അത് വക്കീലായിട്ട് തീരുമാനിച്ച് ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീല്, അതായത് പുള്ളി വേറെ വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വഴിക്ക് നീങ്ങിയ കുഞ്ഞിനെ കാണാവുന്ന കാര്യമുള്ളൂ. ആരും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും അല്ല, ഇവൻ എന്ത് യോഗ്യതയാണ് ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാനായിട്ട്? നിനക്ക് ഒരു യോഗ്യതയില്ല. കാര്യം നിൻ്റെ ഭാഗത്ത് ഒരു ലേശം ജെന്യൂനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ച ഒരുത്തന് ഇനി കൊച്ചിനെയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ന്യായം അടയത്? ഇവനെ അടിയാ കൊടുക്കേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിച്ചതിന്. ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത്. കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെ. തെളിവോടെ കൂടി തന്നെ കിട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പം ഈ ഒരു കുട്ടി വന്നിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങളുടെ മിക്ക യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും കിട്ടി. ഞങ്ങളെല്ലാവരും കണ്ടതാണ്. പിന്നെ നമ്മളായിട്ട് വന്ന് ഈ ഒരു ഇഷ്യൂ വന്നിരുന്ന് പബ്ലിക്കിന് മുന്നിൽ പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സൈഡിൽ നിന്ന് പറയാതെ നമ്മളിത് സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ സാധനം നേരെ തിരിയും. മനസ്സിലായില്ലേ? ഇതിപ്പം ഈ പറയുന്ന അമലിൻ്റെ ഭാര്യയാണ് വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുള്ള നമുക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു. വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തായിരുന്നു എൻ്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും. വേറെ ആരും അറിയണ്ട. എൻ്റെ ജീവിതം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന്. എല്ലാവർക്കും അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ കാണുന്നവർക്കറിയാം. അതായത് അതാ ഞാൻ പറഞ്ഞേ, എന്നെ പറ്റി നിന്ന ആളുകൾക്ക്, അതായത് ഞാൻ വാടക വീട്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഓണേഴ്സിന് അറിയാൻ പറ്റും. അതായത് കാണുന്നതാണല്ലോ ഇതൊക്കെ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും കാണുന്ന. ഇത്രയുള്ള സംഭവം ഇതൊരു 19 മിനിറ്റുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ്. ഇനിയെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അയാൾക്ക് പല രീതിയിലുള്ള മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയും താങ്ങത്തില്ല. ഇപ്പോൾ പെൺകുട്ടി മാത്രമല്ല, ലോകത്ത് ഒരു ആണുങ്ങളും താങ്ങത്തില്ല. എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഇവനൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു പെൺകുട്ടിയെടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.